ഇന്നലെകളുടെ നല്ല ഓർമ്മകൾ മുഴുവൻ മറന്നു പോകേണ്ടി വരുന്നത്, ഇന്നൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കേണ്ടി വരുന്നതും, വളരെ സംഘർഷഭരിതമായ ഒരു കഥ പറഞ്ഞു പോയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനും സംവിധായകനുമായ പി പത്മരാജൻ എഴുതിയ ഇന്നലെ എന്ന നോവലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 1990കളിൽ ഇന്നലെ സിനിമയായി എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുമ്പോൾ ഓരോ മലയാളികളും ആ സിനിമ കണ്ടിരുന്നിരിക്കും. ആ സിനിമയുടെ കഥയും മനഃപ്പാഠമായിരുന്നിരിക്കും. എങ്കിലും ആദ്യമായി പത്മരാജൻ അത് പുസ്തക രൂപത്തിലായിരുന്നു എഴുതിയിരുന്നത്, ഒരു നോവലായിട്ട്. ആ സമയത്ത് ആ പുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അത് സിനിമയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നത്. സിനിമകൾ കാണാത്തവരും പുസ്തകം വായിക്കാത്തവരുമുണ്ടെങ്കിൽ ഇന്നലെ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നഷ്ടമായിരുന്നിരിക്കണം. അത്രയും മനോഹരമായാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. ഏതോ ഒരു മഞ്ഞുകാലത്ത് ഒരു പുതിയ നാട്ടിലേക്ക് എത്തുന്ന ഒരു നനുത്ത മഞ്ഞുതുള്ളിയുടെ ഓർമ്മയിൽ പോലും തൻ്റെ ഇന്നലകളെ ഓർക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്നലെ എന്ന കഥയിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. നഷ്ടപ്പെട്ടു പോയ ഇന്നലകൾ ആ പെൺകുട്ടിക്ക് എങ്ങനെയെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുമോ എന്നും, ഇനി എങ്ങനെയാണ് ആ പെൺകുട്ടി ജീവിക്കാൻ പോകുന്നതെന്നും എല്ലാ തരത്തിലുമുള്ള ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ പുസ്തകം വായിച്ചു തുടങ്ങുന്നത്. കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതിലൊന്ന് മായയും, മായ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന സ്ഥലത്തെ ഡോക്ടറും ഡോക്ടറുടെ മകനും, പിന്നീട് മായയെ അന്വേഷിച്ച് വരുന്ന ഒരു നരേന്ദ്രനും. ഒരു ബസ് അപകടത്തിൽ പരിക്കേറ്റ് ഒരു പെൺകുട്ടി ഒരു ഊരും പേരും അറിയാത്ത സ്ഥലത്ത് പെട്ടുപോവുകയാണ്. വളരെ മനോഹരമായ ഒരു നോവലായിരുന്നു അത്. ഇപ്പോഴും അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പ്രസക്തിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. എല്ലാവരും വായിക്കേണ്ട ഒരു നല്ല മനോഹരമായ പുസ്തകമാണിതെന്നും. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ബുക്കും പുതിയൊരു എഴുത്തുകാരനെയും പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് വീണ്ടും വരാം.